നമസ്കാരം. ഇന്ത്യ പുതുചരിത്രം എഴുതിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. അല്പസമയങ്ങൾക്ക് മുന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ദൈർഘ്യമേറിയ ഹൈഡ്രജൻ ട്രെയിൻ സർവീസാണ് ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ട്രെയിൻ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രെയിനിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2020 ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. നീണ്ട 6 വർഷത്തിന് ശേഷം ഇതാ ഇന്ത്യ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ജർമ്മനിയാണ് ആദ്യമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2016 ജർമ്മനി ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ആൽസ്റ്റോം ആണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത്. അതിനുശേഷം പല രാജ്യങ്ങളും, അത് അപൂർവം രാജ്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ജർമ്മനി, അമേരിക്ക, ചൈന, സ്വീഡൻ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്കൊപ്പം ആ പട്ടികയിൽ ഇന്ത്യ കൂടി വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചരിത്ര നേട്ടം തന്നെയാണ്. വളരെയധികം പ്രകൃതി സൗഹൃദ സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ട്രെയിൻ യാത്ര നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ജിന്ദ് മുതൽ സോനാപത്ത്, ഹരിയാനയിലെ ജിന്ദ് മുതൽ സോനാപത്ത് വരെയാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം. ആദ്യ ട്രെയിൻ സർവീസ് ഓടി തുടങ്ങിയിരിക്കുന്നത്. 2400 കിലോ വാട്ടാണ് ഇതിന് വേണ്ടിയുള്ളത്. 900 ഗ്രാം ഹൈഡ്രജനാണ് 1 കിലോമീറ്റർ ദൈർഘ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു ഇന്ധനം തന്നെയാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ ദ്രവീകരിച്ച ഹൈഡ്രജനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ചരിത്രം, ട്രെയിൻ സർവീസുകളുടെ ഒരു ചരിത്രം ആരംഭിക്കുന്ന ആദ്യം ആഭ്യന്തരയിൽ തുടങ്ങി, പിന്നീട് കൽക്കരിയിലേക്കും അതിനുശേഷം ഇലക്ട്രിക്കിലേക്കും ഇതാ ഹൈഡ്രജനിൽ എത്തിയിരിക്കുന്നു. ഏറ്റവും പുതുപുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ സർവീസൊക്കെ നടത്താൻ കഴിയുന്നു എന്നത് ഏറ്റവും നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും അപൂർവം രാജ്യങ്ങളിൽ മാത്രം ഈ സാങ്കേതിക വിദ്യ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഇതൊരു വലിയ അപൂർവ നേട്ടം തന്നെയാണ് ഇന്ത്യ സ്വായത്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് ഉടൻ തന്നെ വ്യാപിപ്പിക്കും. ആദ്യഘട്ടത്തിൽ 100 കിലോമീറ്ററിന് മുകളിൽ ട്രെയിനിന് വേഗതയുണ്ട് എങ്കിലും ആദ്യഘട്ടത്തിൽ 75 കിലോമീറ്റർ സ്പീഡിൽ മാത്രം യാത്ര നടത്തിയാൽ മതി എന്നതാണ് പുതിയ നിർദ്ദേശം. 12 സ്റ്റേഷനുകളാണ് ആദ്യഘട്ട ട്രെയിൻ സർവീസിൽ ഉണ്ടായിരിക്കുക. 10 ബോഗികളാണ്, അതിൽ 2 പവർ കാർ ഉൾപ്പെടെയുള്ള 10 ബോഗികളാണ് ഇതിൽ ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കുക. എന്തായാലും പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് ജിന്ദ് മുതൽ സോനാപത്ത് വരെ ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്.